നാലാമത്തെ കാര്യം ഡെക്കോറം ടേബിൾ ആണ്. ഡെക്കോറം ടേബിൾ എന്ന് പറഞ്ഞാൽ ഡീസൻസി എന്ന് മനസ്സിലാക്കിയാൽ മതി. ഡെക്കോറം ടേബിൾ അന്തസ്സുള്ള സംസാരം, മാന്യമായ സംസാരം. ആര് തമ്മിൽ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. ഞാനൊരു കള്ളനെ പരിചയപ്പെട്ടു. നിങ്ങൾ എനിക്ക് സാറിന് നല്ല കോണ്ടാക്ട്സ് ഒക്കെ ആണല്ലോ, നല്ല കണക്ഷൻസ് ഒക്കെയാണ്, കള്ളനും ഒക്കെ ആയിട്ടാണ് സാറിൻ്റെ. കള്ളനെ അബദ്ധത്തിൽ പരിചയപ്പെട്ടത് കേട്ടോ. അപ്പൊ എനിക്കൊരു ആഗ്രഹം, എങ്ങനെയാണ് കക്കുന്നത് അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ, വേറെ ആരോട് പോയി ചോദിക്കാൻ. അപ്പൊ ഇവൻ എന്റെ കൂടെ കുറെ സമയമുണ്ട്, യാത്രയിലാണ്, കുറെ സമയമുണ്ട്. അവൻ എന്നെ വന്ന് പരിചയപ്പെടുകയാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, ഒരു മനുഷ്യനെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, അയാളെന്നോട് ചോദിക്കുന്നു, എനിക്ക് സാറിനെ എങ്ങാണ്ട് കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. ഇപ്പൊ കുറെ പേരൊക്കെ ടി വിക്കകത്തൊക്കെ കണ്ട് അറിയാം, ബിബ്ലിയ ഒക്കെ നിങ്ങളും കണ്ടു കാണുമായിരിക്കും. ഷാലോമിൽ ബിബ്ലിയ ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കണ്ടു കാണും, അല്ല സഫാരി കണ്ടു കാണുമായിരിക്കാം, ഗുഡ്നസ് കണ്ടു കാണും. അപ്പൊ അങ്ങനെ ആയിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് ഒരു ചേച്ചി എന്നോടൊന്ന് പറയാം, സാറിനെ ഞാൻ സീരിയലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഏതോ ഈ പ്രോഗ്രാം കണ്ടിട്ട് സീരിയലാന്ന് ധരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ഡിവൈനിൽ ധ്യാനിക്കാൻ വന്നപ്പോ സാർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ, ആ ആളല്ലേ, കോളേജിൽ എങ്ങാണ്ട് പഠിപ്പിക്കുന്ന ഒരു സാറല്ലേ. അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം ആരംഭിക്കുന്നത്. അപ്പൊ ദീർഘമായ യാത്രയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ മോഷണ ആ സമയത്തെ പറ്റിയൊക്കെ ചോദിച്ചു. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു മോഷണം എന്ന് പറയാൻ പറഞ്ഞു. നമുക്ക് സമയം പോണല്ലോ. ആവുമ്പോ എന്റെ തട്ടുംപുറത്ത് കയറിയിരുന്നു. രാത്രിയിൽ ഇറങ്ങിയാൽ മതിയല്ലോ. രാത്രി ഏതാണ്ട് 10 മണി ആയപ്പോഴേക്കും വീട്ടുകാരൻ, അദ്ദേഹത്തിന് കടയാണ്, കടയൊക്കെ അടച്ച്, 2 അടിച്ച്, 3 അടിച്ച് നല്ല ഫിറ്റായി വന്നു. അപ്പൊ ഞാനിതെല്ലാം മോളിൽ ഇരുന്ന് വിടവിൽ കൂടെ കാണുന്നുണ്ട്, ഇങ്ങനെ വരുന്നതും. കിടന്നിട്ടൊക്കെ വേണമല്ലോ എനിക്ക് താവോട്ട് ഇറങ്ങാൻ. എന്റെ സാറേ, പിന്നെ അവിടെ തെറിവിളി മത്സരമാണ്. തെറിവിളി മത്സരം. സാറേ, അത് രസമുള്ള തെറിവിളിയാണ്. ഞാൻ അതിന്റെ രസമുള്ള തെറിവിളി എന്നതാണ്. ഇയാള് കൊള്ളാവെന്ന് ഒരെണ്ണം പറയും, ആ സ്ത്രീ പറയുന്നത് അതിന്റെ 2 കൈകൊണ്ട് കാണി, അതിന്റെ 2. അപ്പൊ ഇയാൾ അതിനേക്കാൾ കൂടി പറഞ്ഞു, അതിന്റെ 3. അവര് തെറിയൊന്നും വിളിക്കുന്നില്ല, അവര് എണ്ണം മാത്രമേ പറയുന്നു. എന്റെ സാറെ, ചിരിച്ച് മുകളിലിരുന്ന് എന്റെ ഊപ്പാട് തീർന്നു. ഞാൻ വിചാരിച്ചു എന്നെ പിടിക്കുമെന്നാ വിചാരിച്ചു, പക്ഷെ എന്നെ പിടിച്ചില്ല. പക്ഷെ പിന്നൊരു കേസിൽ അത് തെളിഞ്ഞു. അന്നേരം ഞാൻ പോലീസുകാരോടും പറഞ്ഞു, എന്റെ സാറെ, ചിരിച്ച് വീട്ടുകാരെന്നെ പിടിക്കുമെന്നാ പൊക്കിരിക്കുന്നു. എന്ത് സംസാരം, എന്ത് സംസാരം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുത്തു. ഒരുമിച്ച് ജീവിക്കുവാൻ. ഞാൻ ചിലപ്പോൾ സങ്കടത്തോടെ ഓർക്കാറുണ്ട് ഈ സ്ത്രീകളുടെ കാര്യം. നിങ്ങൾ എന്നാ ധൈര്യത്തില് കല്യാണം കഴിച്ചത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കും, നിങ്ങൾ എന്ത് ധൈര്യത്തിലേ കല്യാണം കഴിക്കുന്നത്? എങ്ങാണ്ടെന്ന് ഒരു ചെറുക്കൻ വരികയാണ്, നിങ്ങളുടെ അപ്പം വന്ന് പറയും, എടി നിന്നെ കാണാൻ വേണ്ടി ഒരു പയ്യൻ വരും. ആയിക്കോട്ടെ. കഴിഞ്ഞ ആഴ്ചയിലും വന്നിരുന്നു, ഒരെണ്ണം കൂടെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കുറെ അച്ചപ്പവും കൊടലപ്പവും എല്ലാം കൂടെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുചെല്ലും. അതെല്ലാം കഴിഞ്ഞു. സമ്മതിച്ചു, കെട്ടാവൻ സമ്മതിച്ചു. കല്യാണം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോരുന്നൊരു ഭാഗമുണ്ടല്ലോ ചെറുക്കന്റെ വീട്ടിലോട്ട്. അപ്പൊ ഒരു കരച്ചില്, അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കരഞ്ഞിട്ടുള്ള ഏതെങ്കിലും സ്ത്രീ തിരിച്ചു വീട്ടിലോട്ട് പോയിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് വരെ പോയിട്ടില്ല. കരയുക, ആ ചടങ്ങ് തീർക്കുക, നമ്മുടെ കുടുങ്ങി പോരുക. സത്യത്തിൽ ആണുങ്ങളായ ഞങ്ങൾക്ക് ഇതെല്ലാം ലാഭമുള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് ഒരു നഷ്ടവും ഈ പരിപാടിക്കകത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം, ഞങ്ങളുടെ നാട്ടിൽ താമസിക്കാം, ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പോവാം, ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് മാറത്തില്ല, ഞങ്ങളുടെ പേര് മാറത്തില്ല, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം അടുത്തുണ്ട്. നിങ്ങളുടെ അവസ്ഥയോ? പേര് പോയോ? പോയി. അപ്പം പോയോ? പോയി. അമ്മ പോയോ? കുടുംബം പോയോ? ഇടവക പോയോ? എല്ലാം പോയി. എന്നിട്ട് പോന്നിരിക്കുക. അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് ഞാൻ ചോദിച്ചു, എന്ത് പ്രതീക്ഷയിലാണ് നിങ്ങൾ വിവാഹം കഴിച്ചത് എന്ന്. ആ സ്ത്രീ പറഞ്ഞ ഉത്തരം കരിങ്കല്ലിൽ രേഖപ്പെടുത്തിയതുപോലെ ഈ എളിയവന്റെ മനസ്സിൽ നിന്നും കിടക്കുകയാണ്. ആ സ്ത്രീ പറഞ്ഞു, 2 കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്, ഇറങ്ങിപ്പോകുന്നത്. 1, അവൻ എന്നെ സ്നേഹിക്കും. 2, അവൻ എന്നെ കരുതും. ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് പറയാം അല്ല എന്ന് പറയാം. ആണോ?
ഉറക്കെ പറ. അതെ, ഈ രണ്ട് കാര്യങ്ങളാണ്. ഒരു സ്ത്രീയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കും, എന്നെ കരുതുമെന്ന് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയും, വിട്ടുവീഴ്ചകളോടെ, സ്നേഹത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ വിട്ടുവീഴ്ചയോടെ ജീവിക്കേണ്ട ഇടങ്ങളാണ് നമ്മുടെ ഭവനം. അവിടെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, വാക്കുകൾ കൊണ്ട് സ്വാന്തനിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അവിടെ വാക്കുകൾ അമ്പുകളായി പോകേണ്ടതല്ല, വാക്കുകൾ പൂവുകളായി പോകേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും വിഷമിപ്പിക്കരുത്, നോവിക്കരുത്, നൊമ്പരപ്പെടുത്തരുത്. അതിന്റെ സ്ഥലമല്ല ഭവനം.